ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് സിസ്റ്റർ എന്ന മൂവിയാണ്. കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് കോടതി ശിക്ഷ വിധിച്ചത് കാരണം രാംനാഥ് എന്ന് പറയുന്ന ഒരാളെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിലാണ് താൻ ഇവിടെ എത്തിയതെന്നും താൻ നിരപരാധിയാണെന്നും അയാൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നമുക്ക് ഹൈക്കോർട്ടിൽ പോകാമെന്ന് അയാളുടെ വക്കീലായ ശ്യാം പറയുമ്പോൾ രാംനാഥ് പറയുന്നത് അതിനുള്ള കാശൊന്നും എന്റെ അടുത്തില്ല എന്നാണ്. പിന്നീട് കാണിക്കുന്നത് അയാൾ ആത്മഹത്യ ചെയ്യുന്നതായിരുന്നു. കഥ അവിടെ നിന്നും കുറെ വർഷങ്ങൾക്കിപ്പുറമാണ് കാണിക്കുന്നത്. മൂവിയിലെ നായികയായ നേഹ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്നു. അതേ കോടതിയിലെ തന്നെ സ്റ്റെനോഗ്രാഫറാണ് മറ്റൊരു നായികയായ സരിക. പബ്ലിക് പ്രോസിക്യൂട്ടർ ആയെങ്കിലും ഇതുവരെ വലിയ കേസുകളൊന്നും തന്നെ നേഹ ജയിച്ചിട്ടുണ്ടായിരുന്നില്ല. അവളുടെ സീനിയർ വക്കീല് അലാവത് സാറാകട്ടെ അവൾക്ക് ഇത്തവണ ഒരു കേസ് കൊടുത്തിരിക്കുകയാണ്. അവളുടെ കൂടെ ഒരു ജൂനിയർ വക്കീൽ കൂടി ഉണ്ടായിരുന്നു. ആത്മാറാം എന്നാണ് അവന്റെ പേര്. ഈ പോലീസുകാരന്റെ പേര് റാട്ടി എന്നാണ്. അയാൾക്ക് കഴിഞ്ഞ 3-ാം തീയതി ഒരു ഇൻഫോമറിന്റെ കയ്യിൽ നിന്നും കോള് വന്നു. നൈറ്റ് ക്ലബ്ബ് നടക്കുന്നിടത്ത് ആരോ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്നു, അവർ ഡ്രഗ്സിന്റെ കച്ചവടം നടക്കുന്നുണ്ടെന്ന്. ജഗദീഷ് എന്ന് പറയുന്ന ഒരാളുടേതായിരുന്നു ബാർ ഉൾപ്പെടെയുള്ള ആ ഒരു നൈറ്റ് ക്ലബ്ബ്. അവിടെ അവർ റെയ്ഡ് നടത്തിയതിൽ നിന്നും അവർക്ക് വലിയൊരു എമൗണ്ട് ഡ്രഗ്സ് കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ ബാറിന്റെ ഉടമയായ ജഗദീഷും ഡ്രഗ്സ് യൂസ് ചെയ്ത നിലയിലായിരുന്നു. അയാളുടെ മെഡിക്കൽ ടെസ്റ്റ് എടുത്തപ്പോഴും ബ്ലഡിൽ ഡ്രഗ്സ് ഉണ്ടെന്ന് കൺഫേം ആവുകയും ചെയ്തു. ഈ ജഗദീഷിന് ശിക്ഷ വാങ്ങി കൊടുക്കുക എന്നതായിരുന്നു നേഹയുടെ ജോലി. എന്നാൽ എതിർഭാഗം വക്കീൽ വാദിക്കുന്നുണ്ട് ജഗദീഷിന് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല, അയാൾ വല്ലപ്പോഴും മാത്രമേ ബാറിലേക്ക് വരാറുള്ളൂ, അവിടെ നടക്കുന്നത് എന്താണെന്നൊക്കെ അയാൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുമെന്ന്. അവിടെ ഉണ്ടായിരുന്ന CCTV ഒന്നും തന്നെ വർക്ക് ആകുന്നുണ്ടായിരുന്നില്ല. നേഹ ജഗദീഷിനോട് ചോദിക്കുന്നുണ്ട്, അപ്പൊ നിങ്ങളുടെ സ്റ്റാഫ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ എങ്ങനെ അറിയുമെന്ന്? നിങ്ങൾ വല്ലപ്പോഴും മാത്രമേ ബാറിലേക്ക് വരുമെന്നല്ലേ പറഞ്ഞത്? സാധാരണ CCTV-യിൽ നിന്നായിരുന്നു താൻ അറിഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ കുറച്ച് നാളായിട്ട് ഇത് കേടായി കിടക്കുക, എനിക്ക് ശരിയാക്കാനുള്ള ടൈം ഒന്നും കിട്ടിയില്ല, ഞാൻ ഫുൾ ടൈം ബിസിയാണെന്ന്. ജഗദീഷ് പറയുന്നത് അവിടെ നിന്നും കണ്ടെടുത്ത ഡ്രഗ്സ് തന്റേതല്ല എന്നാണ്. ഇയാള് ബാറിലേക്ക് വരുന്നതും പോകുന്നതും തെളിയിക്കാനുള്ള CCTV ഫൂട്ടേജസും ഇല്ല, താൻ വല്ലപ്പോഴും മാത്രമേ വരൂ എന്നാണ് അയാൾ പറയുന്നത്. നേഹ കൂടുതൽ എവിഡൻസ് ഒന്നും സബ്മിറ്റ് ചെയ്യാത്തത് കാരണം ജഗദീഷിന് ജാമ്യം അനുവദിച്ചു കിട്ടുന്നു. നേഹയുടെ സീനിയർ അലാവത് സാറാകട്ടെ നേഹയോട് പറയുന്നുണ്ട്, നീ ഈ കേസ് കൈകാര്യം ചെയ്യണ്ട, നീ തോറ്റുപോകത്തേ ഉള്ളൂ, ഞാൻ തന്നെ നോക്കിക്കൊള്ളാൻ. എന്നാൽ തനിക്ക് ഒരു അവസരം കൂടി തരണമെന്നും താൻ എന്തായാലും ജയിക്കുമെന്നും അവൾ ഉറപ്പു പറയുന്നു. മറ്റൊരു സൈഡില് രവി എന്ന് പറയുന്ന വലിയൊരു വക്കീലിനെ കാണിക്കുന്നുണ്ട്. അയാളൊരു ക്രിമിനൽ ലോയർ ആയിരുന്നു. അയാളോട് സംസാരിക്കാൻ ഒരുപാട് റിപ്പോർട്ടേഴ്സ് പോകുന്നുണ്ട്. അതിലൊരു റിപ്പോർട്ടറിന്റെ പേര് രാഘവ് എന്നാണ്. രാഘവ് ചോദിക്കുന്ന പല കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾക്കും നല്ല രീതിയിൽ തന്നെയായിരുന്നു രവി മറുപടി പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ രവിക്ക് വലിയൊരു ലാ ഫേം തന്നെ ഉണ്ടായിരുന്നു. രവിയുടെ ഫാമിലിയിലെ മിക്ക അംഗങ്ങളും അതിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. നേഹിക്കും ആ ഫേമിൽ വർക്ക് ചെയ്യണമെങ്കിൽ ആദ്യം പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് നല്ലപോലെ കേസുകളൊക്കെ ജയിച്ച് എക്സ്പീരിയൻസ് ആക്കിയെടുക്കണം. എന്നാൽ മാത്രമേ അച്ഛന്റെ കൂടെ ആ ഫേമിലേക്ക് അവൾക്കും ജോയിൻ ചെയ്യാൻ പറ്റൂ. മറ്റൊരു സൈഡില് ആ കോർട്ടിലെ സ്റ്റെനോഗ്രാഫറായ സരികയെ കാണിക്കുന്നു. സരിക തന്റെ ജോലിയിൽ ആത്മാർത്ഥമായിട്ടായിരുന്നു ചെയ്യുന്നത്. സരികയുടെ ഹസ്ബൻഡ് ലക്ഷ്മണിന് അരയ്ക്ക് താഴോട്ട് ചലനശേഷി ഉണ്ടായിരുന്നില്ല. ഒരു ആക്സിഡന്റിൽ സംഭവിച്ചതായിരുന്നു അത്. മകൾ കുസുമാകട്ടെ നന്നായിട്ട് പഠിക്കും. മാത്സിൽ അവൾക്ക് നല്ല മാർക്കുണ്ടായിരുന്നു. ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സ് അവളെ സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിൽ പങ്കെടുക്കാൻ പോകണമെങ്കിൽ അത്യാവശ്യം നല്ല കാശാകും. അത്രയും കാശൊന്നും ചെലവാക്കാൻ അമ്മയുടെ കയ്യിൽ ഉണ്ടാകില്ല എന്ന് കുസും പറയുന്നു. എന്നാൽ നീ അതിനെപ്പറ്റിയൊന്നും ചിന്തിക്കേണ്ടെന്നും കാശൊക്കെ ഞാൻ സംഘടിപ്പിച്ചോളാമെന്നും സരിക പറയുന്നു. അവരുടെ വീട്ടിൽ പണത്തിന്റെ ബുദ്ധിമുട്ട് നന്നായിട്ടുണ്ടായിരുന്നു. നമ്മുടെ നേഹയാകട്ടെ ഇനായ എന്ന് പറയുന്ന ഇൻഫ്ലുവൻസറിനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ഇനായയുടെ എല്ലാ പോസ്റ്റുകളും നേഹയ്ക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അന്ന് വൈകുന്നേരം അവളുടെ അച്ഛന്റെ ലാ ഫേമിന്റെ 25ാമത്തെ വാർഷികമായിരുന്നു. അത്രയും നന്നായിട്ട് അത് മുന്നോട്ട് പോകാൻ കാരണം അയാളുടെ ക്ലയൻസ് തന്നെയാണ്. അയാളുടെ ക്ലയൻസ് എല്ലാം ഇപ്പൊ അയാളുടെ ഫ്രണ്ട്സും ആയിരുന്നു. അതിൽ രവിയുടെ ഒരു വലിയ ക്ലയന്റും ഫ്രണ്ടുമാണ് ബജ്റാൽ എന്ന് പറയുന്നയാൾ. നേഹയ്ക്ക് ഒരു സഹോദരൻ കൂടിയുണ്ട്, ആലോക് എന്നാണ് അയാളുടെ പേര്. നേരത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിട്ടിരുന്നിട്ട് ഇപ്പോൾ അച്ഛൻ രവിയുടെ കൂടെ ലാ ഫേമിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. അതേ ഫേമിൽ ജോലി ചെയ്യുന്ന അക്ഷയ് എന്ന് പറയുന്ന ഒരു പയ്യനുണ്ടായിരുന്നു. അവൻ നേഹയുടെ ബോയ് ഫ്രണ്ട് ആണ്. രവി നേഹയോട് പറയുന്നുണ്ട്, നീ എന്റെ മകളായതുകൊണ്ട് എന്റെ ഫാമിലിയിലേക്ക് നിനക്ക് ഈസി ആയിട്ട് വരാൻ പറ്റില്ല, കഷ്ടപ്പെട്ട് അത് അച്ചീവ് ചെയ്തെങ്കിലേ പറ്റൂ. ഇപ്പൊ നീ തുടങ്ങിയതല്ലേ ഉള്ളൂ, കണ്ടിന്യൂസ് ആയിട്ട് ഒരു 10 കേസെങ്കിലും നീ ജയിക്കണം, എന്നാൽ ഉറപ്പായിട്ടും എന്റെ ഫാമിലിയിലേക്ക് നിനക്ക് ജോയിൻ ചെയ്യാം. അച്ഛൻ പറഞ്ഞ ചലഞ്ച് നേഹയെ ഏറ്റെടുക്കുന്നു. ആ സമയം ആ പാർട്ടിയിൽ നിന്ന് ആരോ ഒരാള് ഈ ബജ്റാള് യൂസ് ചെയ്ത ഒരു ഗ്ലാസ് കവറിലാക്കി കൊണ്ടുപോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ നേഹ കോടതിയിലേക്ക് പോകുന്ന വഴിക്ക് സരികയെ കാണുന്നുണ്ട്. അവൾ സരികയ്ക്ക് ഒരു ലിഫ്റ്റ് കൊടുക്കുന്നു. ജോലിക്ക് എങ്ങനെ പോകുന്നു എന്ന് സരിക ചോദിച്ചതും തന്റെ കഷ്ടപ്പാടിനെ കുറിച്ചൊക്കെ നേഹ പറയുന്നുണ്ട്. എന്നാൽ ഒരുപാട് കേസുകൾ കേട്ട് പരിചയമുള്ള സരികയാകട്ടെ നേഹയ്ക്ക് ഒരു ഉപദേശം കൊടുക്കുന്നു. ആ നൈറ്റ് ക്ലബിന്റെ ഉടമ ജഗദീഷ് ക്രൈം ചെയ്തു എന്ന് തെളിയിക്കാനല്ലേ പാട്, പക്ഷെ അയാൾ ചെയ്യാതിരുന്ന ചില കാര്യങ്ങളുണ്ട്, അത് വെച്ചിട്ട് അയാളെ കൊടുക്കാൻ പറ്റും. സരികയുടെ ആ ഒരു പോയിന്റ് നേഹയുടെ മനസ്സിൽ കിടക്കുകയായിരുന്നു. നേഹ കുറച്ചുകൂടി ആ കേസിനെ പറ്റി പഠിക്കുന്നു. അതോടെ അവൾക്ക് ആ കേസ് ജയിക്കാൻ പറ്റിയ നല്ല ഐഡിയാസും കിട്ടുന്നു. ഈ ജഗദീഷിന് തന്റെ ഓഫീസിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയതിനെ പറ്റി അറിയില്ല, അവിടെ അങ്ങോട്ട് കച്ചവടം നടക്കുന്നതിനെ പറ്റി അറിയില്ല. കൂടാതെ തന്നെ അവിടുത്തെ CCTV ക്യാമറാസ് കേടാണെന്ന് അറിഞ്ഞിട്ടും അയാൾ അത് ശരിയാക്കിയില്ല. 2006 ദ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് പ്രകാരം സെക്ഷൻ 66 എഴുതിയിരിക്കുന്നത് ഏതെങ്കിലും ഒരു കമ്പനിയിലോ റെസ്റ്റോറന്റിലോ എന്തെങ്കിലും ക്രൈമോ തെറ്റായ എന്തെങ്കിലും
എന്തെങ്കിലും പ്രവൃത്തികളോ നടന്നിട്ടുണ്ടെങ്കിൽ അതവിടുത്തെ ഓണറിന്റെ അശ്രദ്ധ കൊണ്ടാണെങ്കിൽ ഉറപ്പായിട്ടും അയാളെ ശിക്ഷിക്കാൻ പറ്റും. ഇവിടെ CCTV കേടാണെന്ന് അറിഞ്ഞിട്ടും ജഗദീഷ് മനഃപൂർവ്വം അത് നന്നാക്കിയില്ല. അവിടെ ഒരു ക്രൈം നടക്കാനുള്ള സാഹചര്യം അയാൾ ഇട്ടുകൊടുക്കുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞ സെക്ഷൻ പ്രകാരം അയാൾക്ക് എന്തായാലും ശിക്ഷ ലഭിക്കാം. നേഹയുടെ ആ ഒരു പോയിന്റ് കറക്റ്റ് ആയിരുന്നു. നേഹയ്ക്ക് അനുകൂലമായിട്ട് തന്നെയാണ് ജഡ്ജി വിധി പറയുന്നതും. ആ ജഗദീഷിന് 10 വർഷം തടവും 2 ലക്ഷം രൂപ പിഴയും കിട്ടി. അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് അവളുടെ മനസ്സിലേക്ക് വരാൻ തന്നെ കാരണം സരികയായിരുന്നു. താങ്ക്സ് പറയാൻ വേണ്ടിയിട്ട് നേഹ സരികയെ കാണാൻ വരുന്നു. ആ സമയം അവിടെ വെച്ച് ആ രാഘവ് എന്ന് പറയുന്ന റിപ്പോർട്ടറെയും കാണുന്നുണ്ട്. സാധാരണ ഈ റിപ്പോർട്ടർ കൂടുതലും നേഹയെ പറ്റിയും അവളുടെ അച്ഛൻ രവിയെ പറ്റിയായിരുന്നു എഴുതുന്നത്. രവി നന്നായിട്ട് കേസൊക്കെ വാദിച്ച് ജയിച്ചു പോകുമ്പോൾ അയാളുടെ മകൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. അത് കാരണം നേഹയ്ക്ക് ഈ രാഘവനെ നേരത്തെ അധികം ഇഷ്ടമൊന്നും ആയിരുന്നില്ല. എന്നാൽ സരികയുടെ കൂടെ പലതവണ കണ്ടതോടുകൂടി അയാളുടെ കൂടെയും നേഹ സൗഹൃദത്തിലാകുന്നു. അന്ന് വൈകുന്നേരം അവൾ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ അവളുടെ അച്ഛൻ അവളോട് കൺഗ്രാറ്റ്സ് പറയുന്നുണ്ട്. ആ കേസിന്റെ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് നല്ലതല്ലായിരുന്നെങ്കിലും നിന്റെ ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് നല്ലതായിരുന്നു എന്ന് പറയുന്നു. ഇത്രയും കാലമായിട്ടുള്ള സരികയുടെ എക്സ്പീരിയൻസ് മുന്നോട്ടുള്ള കേസുകൾ ജയിക്കാൻ തന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് നേഹയ്ക്ക് ഉറപ്പായിരുന്നു. അത് കാരണം സരികയോട് നേഹ ഒരു ഡീല് പറയുന്നു. ഇനിയുള്ള കേസുകളിലെല്ലാം നീ എന്നെ ഹെൽപ്പ് ചെയ്യണം, നല്ല നല്ല പോയിന്റ്സ് പറഞ്ഞു തരണം. അങ്ങനെയാണെങ്കിൽ ഒരു കേസിന് 10,000 രൂപ വെച്ച് ഞാൻ തരാം. എന്നാൽ സരിക പറയുന്നുണ്ട് അത് പറ്റില്ല, 20,000 രൂപ വെച്ച് തരികയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാം. സാറ്റർഡേ സൺഡേ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല, ബാക്കിയുള്ള ദിവസം 7 മണി വരെ വർക്ക് ചെയ്യാം. ആ ഡീലിന് നേഹ ഓക്കെ ആയിരുന്നു. അതേസമയം മറ്റൊരിടത്ത് ആ ബസ്രാൽ എന്ന് പറയുന്ന ആളെ കാണാൻ വേണ്ടിയിട്ട് ഏതൊരു പെൺകുട്ടി വരുന്നുണ്ട്. അയാൾ അവളുടെ അടുത്ത് സംസാരിക്കുന്നതും അവളെയും കൊണ്ട് റൂമിലേക്ക് പോകുന്നതും എല്ലാം തന്നെ പുറത്തു നിന്ന് ആരോ രഹസ്യമായി ഫോട്ടോ എടുക്കുന്നു. പിന്നീട് കാണിക്കുന്ന ഇൻസ്പെക്ടർ റാട്ടിയാകട്ടെ അയാളുടെ വൈഫ് വീട്ടിലില്ലാത്ത സമയത്ത് കാമുകിയുടെ കൂടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതാണ്. അയാളുടെ കാമുകി മറ്റാരുമായിരുന്നില്ല, സരികയായിരുന്നു. സരികയോട് അയാൾ പറയുന്നുണ്ട് നിന്റെ എന്റെ വിവാഹം കഴിഞ്ഞതാ, പക്ഷെ നമ്മുടെ ഈ ബന്ധം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, നീ എന്നും വരണം. എന്നാൽ എന്നും ഒന്നും വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് സരിക പോകുന്നു. ആദ്യ കേസ് ജയിച്ച ശേഷം രണ്ടാമത്തെ കേസിലേക്ക് കടക്കുകയാണ് നേഹ. റുക്സാന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ പ്രമോദ് എന്ന് പറയുന്ന ഒരാൾ ഉപദ്രവിച്ചു. ആ കുട്ടിക്ക് 19 വയസ്സാണെന്നാണ് രേഖകളിലൊക്കെ കാണിച്ചിരിക്കുന്നത്. പക്ഷെ അവളെ കണ്ടിട്ട് 19 വയസ്സ് തോന്നിക്കുന്നില്ല എന്ന് നേഹ സരികയോട് പറയുന്നു. പ്രോസ്റ്റിറ്റ്യൂഷന്റെ കേസാണിത്. പ്രോസ്റ്റിറ്റ്യൂഷന്റെ കേസുകളിലെല്ലാം കുറച്ചുകൂടി ഡിഫറന്റ് ആയിരിക്കുമെന്ന് സരിക പറയുന്നു. അവരെന്തായാലും കോടതിയിൽ പറയാൻ പോകുന്നത് 19 വയസ്സുള്ള ഒരു പെൺകുട്ടി പ്രമോദിന്റെ കൂടെ ഒരു റൂമില് ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നത് അവരുടെ പേഴ്സണൽ കാര്യമാണെന്നായിരിക്കും. അതിൽ അയാളെ ശിക്ഷിക്കാൻ പറ്റില്ല എന്നായിരിക്കും അവർ എന്തായാലും കോടതിയിൽ പറയാൻ പോകുന്നത്. അതുകൊണ്ട് ആ പെൺകുട്ടിയുടെ യഥാർത്ഥ വയസ്സ് തെളിയിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. സരിക ഓരോ ഐഡിയാസ് പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ച് അവൾ പറയുന്ന പല കാര്യങ്ങളും നേഹയ്ക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. അവളുടെ വീട്ടിലേക്കുള്ള പല സാധനങ്ങളുടെയും കാശ് കൊടുക്കുന്നത് നേഹ തന്നെയായിരുന്നു. നേഹ അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും എല്ലാവരെയും പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ കേസ് ഈസി ആയിട്ട് ജയിക്കാൻ പറ്റും. ഒരേ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, കുട്ടി മൈനർ ആണെന്ന് തെളിയിക്കണം. അങ്ങനെ നെക്സ്റ്റ് ഡേ ഹിയറിംഗിന് ചെല്ലുമ്പോൾ സരിക പറഞ്ഞ പോലെ തന്നെയായിരുന്നു എതിർഭാഗം വാദിച്ചുകൊണ്ടിരുന്നത്. 19 വയസ്സുള്ള പെൺകുട്ടിയും അയാളും തമ്മിൽ റൂമിൽ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്തു എന്ന് കരുതിയിട്ട് അതിനെ ഒരിക്കലും റേപ്പായിട്ടൊന്നും കാണാൻ പറ്റില്ല എന്ന്. എന്നാൽ നേഹയാകട്ടെ റുക്സാനയുടെ എക്സ്റേ എടുത്ത് ഒരു ഡോക്ടറെ കാണിക്കുന്നു. എക്സ്റേ വെച്ചിട്ട് ഈ കുട്ടിയുടെ പ്രായം നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് കണ്ടെത്താൻ പറ്റുമെന്ന്. ആ എക്സ്റേയുടെ ഓണറായിട്ടുള്ള കുട്ടിക്ക് 16 വയസ്സ് മാത്രമേ പ്രായം ഉണ്ടാകൂ. അതിൽ കൂടുതൽ ഉണ്ടാകാൻ ചാൻസ് ഇല്ല, അതിൽ താഴെയാണെങ്കിലേ ഉള്ളൂ. 16 വയസ്സിന് ശേഷം എല്ലുകളുടെ വളർച്ച കുറച്ചുകൂടി കൂടുതലായിരിക്കാം. അത് ഈ എക്സ്റേയിൽ കാണുന്നില്ല. എന്നാൽ എതിർഭാഗം വക്കീല് അതിനെ എതിർക്കുന്നുണ്ട്. ചിലർക്ക് എല്ലുകൾ കുറച്ചുകൂടി താമസിച്ചല്ലേ വളരുന്നത്, പക്ഷെ അവരുടെ വയസ്സ് 19 ആകാനും ചാൻസ് ഇല്ലേ എന്ന്. അങ്ങനെയൊക്കെ റയർ ആയിട്ടേ സംഭവിക്കുമെന്ന് ആ ഡോക്ടർ പറയുന്നു. റയർ ആണെങ്കിൽ പോലും അങ്ങനത്തെ കേസുകൾ ഇല്ലേ എന്നാണ് എതിർഭാഗം ചോദിക്കുന്നത്. അതിനാ ഡോക്ടറിന് ഉണ്ടെന്ന് തന്നെ പറയേണ്ടി വരുന്നു. കേസ് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെച്ചു. പ്രമോദിനെതിരെ നല്ല തെളിവുകളൊന്നും കിട്ടുന്നുമില്ല. അതിനിടയ്ക്ക് ആ റിപ്പോർട്ടറായ രാഘവാകട്ടെ നേഹയ്ക്ക് ഒരു വീഡിയോ അയച്ചു കൊടുക്കുന്നു. ആ പ്രമോദ് ഈ കൊച്ചു പെൺകുട്ടിയെ ഉപദ്രവിക്കുന്ന വീഡിയോ ആയിരുന്നു അത്. നിനക്കിത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളൊക്കെ റിപ്പോർട്ടേഴ്സ് അല്ലേ, ഇങ്ങനെ പലയിടത്തും ഞങ്ങൾ ക്യാമറ വെച്ചിട്ടുണ്ടാകുമെന്നാണ് അവൻ പറയുന്നത്. ആ ഒരു ഒറ്റ വീഡിയോ മതിയായിരുന്നു ആ കേസിൽ അയാളെ ശിക്ഷിക്കാൻ. അത് കോടതിയിൽ കാണിക്കുകയും അയാൾക്ക് ശിക്ഷ വാങ്ങി കൊടുക്കുകയും ചെയ്യുന്നു നേഹ. അതോടുകൂടി സരികയുടെ കൂടെ ചേർന്ന് നേഹ രണ്ടാമത്തെ കേസാണ് ജയിച്ചിരിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് പല കേസുകളിലും സരിക നേഹയെ ഹെൽപ്പ് ചെയ്യുന്നു. ലക്ഷ്മൺ ആകട്ടെ സരികയോട് ചോദിക്കുന്നുണ്ട് നീ ഇങ്ങനെ അവരെ ഹെൽപ്പ് ചെയ്യുന്നത് മറ്റാരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ജോലി പോകില്ലേ, റിസ്ക് അല്ലേ എന്ന്. അതൊന്നും കുഴപ്പമില്ല, കുറച്ചൊക്കെ റിസ്ക് എടുത്തെങ്കിലേ പറ്റൂ. ഇത് കാരണം നമുക്ക് കുറച്ച് എക്സ്ട്രാ പണം കിട്ടുന്നില്ലേ, അത് വെച്ചിട്ട് നമ്മളുടെ മകളെ നന്നായിട്ട് പഠിപ്പിക്കണമെന്നും അവൾ ആഗ്രഹിക്കുന്ന കോമ്പറ്റീഷനിൽ വിടണമെന്നും. സരിക തന്റെ ജോലി കഴിഞ്ഞിട്ട് ഒരു പയ്യന് ട്യൂഷൻ എടുക്കാൻ പോകാറുണ്ടായിരുന്നു. റയാൻ എന്നാണ് ആ പയ്യന്റെ പേര്. അവിടെ ഒരു ഫ്ലാറ്റിലാണ് അവൻ താമസിക്കുന്നത്. അവിടെ നിന്ന് ഇറങ്ങിയതും നേഹ അവളെ കോള് ചെയ്യുന്നു. കുറേയധികം കേസ് ജയിച്ച സന്തോഷത്തിലായിരുന്നു നേഹ. സരികയ്ക്കും ഒരു പാർട്ടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ സരികയുടെ കൂടെ ചേർന്ന് 9 കേസുകൾ നേഹ ജയിച്ചു. ഒരു കേസും കൂടി ജയിച്ചു കഴിഞ്ഞാൽ അച്ഛൻ പറഞ്ഞ ചലഞ്ച് പൂർത്തിയാക്കാം. പിന്നീട് അച്ഛന്റെ കൂടെ എല്ലാ ഫേമിലും ജോയിൻ ചെയ്യുകയും ചെയ്യാം. ആ സമയം ബജ്റാൽ എന്ന് പറയുന്ന ആളുടെ ഫോണിലേക്ക് ഒരു ഫോട്ടോ ആരോ സെൻഡ് ചെയ്യുന്നു. നേരത്തെ ആരോ അയാൾ ഒരു പെൺകുട്ടി ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ എടുക്കുന്നത് കാണിച്ചില്ലേ, ആ ഫോട്ടോ ആയിരുന്നു അയാളുടെ ഫോണിലേക്ക് വന്നത്. ഏതോ ഒരാൾ അയാളെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയായിരുന്നു. ഈ ബജ്റാലിന് പല സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ആ സീൻ അവിടെ കെട്ടായി. പിന്നീട് കാണിക്കുന്നത് പതിവ് പോലെ സരികയാകട്ടെ റയാന് ക്ലാസ് എടുക്കാൻ വരുന്നതാണ്. അന്നത്തെ ദിവസം സരിക കുറച്ച് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നെന്നാ നേരത്തെ എന്ന് റയാൻ ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട് അത് സാരമില്ല, ക്ലാസ് പെട്ടെന്ന് എടുത്ത് തീർത്തിട്ട് കുറച്ച് നേരത്തെ ഞാൻ നിന്നെ വിടാമെന്ന്. റയാനും അത് സമ്മതിക്കുന്നു. അന്ന് രാത്രി രവിക്ക് ബജ്റാലിന്റെ കുറെ മെസ്സേജ് വരുന്നു. താൻ വലിയൊരു പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണ്, തന്നെ
എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. നേഹ ആ സമയം വീട്ടിലേക്ക് വന്നതും രവിയാകട്ടെ അവളോട് പറയുന്നുണ്ട്, നീ നന്നായിട്ടാ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇനി ഒരു കേസും കൂടെ ജയിച്ചാൽ മതിയെന്ന്. അത് പറഞ്ഞിട്ട് അയാൾ പോയി. ആ സമയം ടിവിയിൽ ഒരു ന്യൂസ് നേഹ കാണുന്നുണ്ട്. അവൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ആ ഇൻഫ്ലുവൻസർ ഇല്ലേ, ഇനായ എന്ന് പറയുന്ന പെൺകുട്ടി, ആ പെൺകുട്ടി സൂയിസൈഡ് ചെയ്തിരിക്കുന്നു. അത് നേഹയ്ക്ക് വലിയൊരു ഷോക്കായിരുന്നു. പക്ഷെ പിറ്റേ ദിവസം അവൾ കോർട്ടിലെത്തി കഴിയുമ്പോൾ അവളുടെ സീനിയർ വക്കീല് അവളോട് പറയുന്നുണ്ട്, ആ ഇൻഫ്ലുവൻസർ ഇനായയുടെ കേസ് നിനക്ക് തരികയാണെന്ന്. അത് ആത്മഹത്യയില്ലെന്ന് ചോദിക്കുമ്പോൾ അയാളും അവിടെ ഉണ്ടായിരുന്ന ഇൻസ്പെക്ടറും പറയുന്നു അത് മർഡർ ആണെന്ന്, ആത്മഹത്യയാണെന്നുള്ള രീതിയിൽ ചിത്രീകരിച്ചതാണ്. ആ കേസിൽ അവർ സംശയിക്കുന്നത് ആ ബജ്റാലിനെയാണ്. തന്റെ അച്ഛന്റെ ഫ്രണ്ട് കൂടിയായ ബജ്റാലിനെതിരെയാണോ ഈ കേസ് വന്നിരിക്കുന്നതെന്ന് അറിഞ്ഞതും നേഹ കുറച്ച് ടെൻഷനിലായി. ഈ കേസിൽ ബജ്റാലിന് ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ട ചുമതല നേഹയാണ് അവളുടെ സീനിയർ വക്കീല് ഏൽപ്പിക്കുന്നത്. പക്ഷെ അവൾക്ക് എതിരായിട്ട് നിൽക്കുന്നത് അവളുടെ അച്ഛൻ രവിയായിരുന്നു. അതറിഞ്ഞിട്ടും അവൾ ആ കേസ് ഏറ്റെടുത്തു. അവളുടെ അച്ഛൻ രവിയാകട്ടെ അവളോട് പറയുന്നുണ്ട്, നീ ഈ കേസ് ഏറ്റെടുക്കാൻ പാടില്ല എന്നും അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും. എന്നാൽ അച്ഛൻ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്, ഞാൻ എന്തായാലും ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അവൾ പറയുന്നത്. നീ എതിർഭാഗത്ത് നിൽക്കുമ്പോൾ ഞാൻ വീക്കാകുമെന്ന് അവർ കരുതുന്നത്, അതുകൊണ്ട് മനഃപൂർവ്വം നിന്നെ ഈ കേസ് ഏൽപ്പിച്ചതെന്ന് രവി അവളോട് പറയുന്നു. എന്തൊക്കെയായാലും അവൾ പിന്മാറാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ കൊണ്ട് അവർക്കിടയിൽ ചില ആർഗ്യുമെന്റ്സ് നടക്കുന്നുണ്ട്. അത് കാരണം തൽക്കാലത്തേക്ക് നേഹ വീട് വിട്ടു പോകുന്നു. അവൾക്ക് താമസിക്കാൻ പറ്റിയൊരു സ്ഥലം ശരിയാക്കി കൊടുക്കുന്നത് സരികയാണ്. ഇൻസ്പെക്ടറിന്റെ അടുത്ത് നിന്നും അവൾ കൂടുതൽ ഇൻഫർമേഷൻ എടുക്കുന്നുണ്ട്. ഇനായയുടെ മരണം സൂയിസൈഡ് അല്ല എന്ന് അവർക്ക് ഉറപ്പുവരാൻ കുറച്ച് കാരണങ്ങളുണ്ടായിരുന്നു. സൂയിസൈഡ് നോട്ടൊന്നും കിട്ടിയിട്ടില്ല. അവളുടെ കഴുത്തിലുള്ള മാർക്ക് കണ്ടാലും അവൾ സ്വയം തൂങ്ങി മരിച്ചതായിട്ട് തോന്നുന്നില്ല. വിക്ടിമിന്റെ കഴുത്ത് ആരോ ഞെരിച്ചതായിട്ടാണ് തോന്നുന്നത്. ഇനായയുടെ വീട്ടിൽ സെർച്ച് നടത്തിയപ്പോൾ ബജ്റാളിന്റെ ഫോട്ടോസ് അവർക്ക് കിട്ടി. ബജ്റാളും ഒരു പെൺകുട്ടി ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോസ്. ആ ഫോട്ടോസ് ചിലപ്പോൾ ഇനായ എടുത്തതായിരിക്കാം. ഇനായ അത് വെച്ചിട്ട് അയാളെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ടായിരിക്കാം. ആ ദേഷ്യത്തിലായിരിക്കാം അയാൾ ഇനായെ കൊന്നത്. ഇനായയുടെ ഫ്ളാറ്റിൽ നിന്നും അയാളുടെ ഫിംഗർ പ്രിന്റ്സ് അടങ്ങുന്ന ഒരു ഗ്ലാസിന്റെ കഷ്ണങ്ങളും കിട്ടിയിട്ടുണ്ട്. കൂടാതെ അയാൾ ആ ബിൽഡിംഗിൽ വന്നുപോയതിന്റെ CCTV ദൃശ്യങ്ങളും ഉണ്ട്. ഇനായ ഇയാളുടെ ഈ പിക്ചേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഫോൺ നമുക്ക് കിട്ടേണ്ടതാണ്. അത് അവളുടെ ഫ്ളാറ്റിലില്ല. അത് ചിലപ്പോൾ ഇവളെ കൊന്ന ശേഷം ബജ്റാൾ കൊണ്ടുപോയിട്ടുണ്ടാകാം. പക്ഷെ ഇനായ ഈ ഫോട്ടോസ് ആ ഫ്ളാറ്റിൽ തന്നെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് അയാൾ കണ്ടിട്ടുണ്ടാകില്ല. അതുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ അത് കിട്ടിയത്. ഇവിടെ ബജ്റാൾ ആകട്ടെ രവിയോട് പറയുന്നുണ്ട്, എനിക്കും ഇതിനും ഒരു തരത്തിലുള്ള കണക്ഷനും ഇല്ലാന്ന്. നിങ്ങൾ എന്തിനാ പിന്നെ അപ്പാർട്ട്മെന്റിലേക്ക് പോയെന്ന് ചോദിക്കുമ്പോൾ ബജ്റാൾ പറയുന്നുണ്ട്, എന്നെ ആരോ ഈ ഫോട്ടോ കാണിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അവര് കുറച്ച് കാശുമായിട്ട് അപ്പാർട്ട്മെന്റിന്റെ ടെറസിലേക്ക് വരാൻ പറഞ്ഞു. അത് കാരണമാണ് ഞാൻ കാശുമായിട്ട് അങ്ങോട്ട് പോയത്. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്കൊരു മെസ്സേജും വന്നില്ല, ആരും എന്നെ വിളിച്ചതുമില്ല. അത് കാരണം ഞാൻ അവിടെ നിന്ന് തിരിച്ചുപോയി. ഫുൾ ടൈം ഞാൻ ടെറസിൽ തന്നെയായിരുന്നു. അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ ഈ പറയുന്ന ഇനായയുടെ ഫ്ളാറ്റിലേക്ക് ഞാൻ പോയിട്ടേ ഇല്ല. ആ പെൺകുട്ടിയെ കൊന്നതും ഞാനല്ല. പോലീസ് പറയുന്ന പോലെ ആ ഫോട്ടോസ് എടുത്ത ഫോൺ നിങ്ങൾ മാറ്റിയെന്ന് ചോദിക്കുമ്പോൾ തനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്നാണ് അയാൾ പറയുന്നത്. ഞാൻ ഒരു ഫോണും മാറ്റിയിട്ടില്ല. എന്റെ ഫോണിലേക്ക് ഇതുപോലെ ബ്ലാക്ക്മെയിലിംഗ് മെസ്സേജ് വന്നു. അതനുസരിച്ച് കാശുമായിട്ട് ഞാൻ ആ ബിൽഡിംഗിന്റെ ടെറസിൽ പോയി അവിടെ നിന്നും തിരിച്ചു പോവുകയും ചെയ്തു. ഇതിന്റെ ഇടയ്ക്ക് ആ കൊലപാതകം ചെയ്തത് ഞാനല്ല, ആ ഫോൺ അവിടെ നിന്ന് മാറ്റിയത് ഞാനല്ല. നേഹിക്കും ആകെ കൺഫ്യൂഷനായി. ബ്ലാക്ക്മെയിൽ ചെയ്തത് അയാൾ സമ്മതിക്കുന്നുണ്ട്, പക്ഷെ കൊല ചെയ്തില്ല എന്ന് പറയുന്നു. എന്നാൽ ഇത് കേട്ട് സരിക പറയുന്നുണ്ട്, ഇതെല്ലാം അയാൾ കള്ളം പറയുന്നതായിരിക്കാം. ബ്ലാക്ക്മെയിൽ ചെയ്തത് അയാൾ സമ്മതിച്ചല്ലോ, ഉറപ്പായിട്ടും ഇനായ തന്നെയായിരിക്കും അയാളെ ബ്ലാക്ക്മെയിൽ ചെയ്തത്. ആ ദേഷ്യത്തിൽ അയാൾ പോയി കൊന്നതാണ്. മറ്റുള്ളവരുടെ മുന്നിൽ കൊന്നിട്ടില്ല എന്ന് അഭിനയിക്കുകയും ചെയ്യുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് സരികയാകട്ടെ വീണ്ടും റാട്ടി എന്ന് പറയുന്ന പോലീസുകാരനെ കാണാൻ പോയതാണ്. പക്ഷെ അന്ന് അവരുടെ അവസാനത്തെ മീറ്റിംഗ് ആണെന്ന് അവൾ പറയുന്നു. ഇനി ഈ ബന്ധം തുടർന്നുകൊണ്ടു പോകാൻ എനിക്ക് താല്പര്യമില്ല. അതും പറഞ്ഞ് ഇനി അവളെ അയാൾ വിളിക്കാതിരിക്കാൻ അവളുടെ നമ്പർ അയാളുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ടാണ് അവൾ പോകുന്നത്. പിറ്റേന്ന് കോടതിയിൽ നെഹയുടെ അച്ഛൻ രവിയാകട്ടെ ബജ്റാളിന് ബെയില് വാങ്ങിക്കൊടുക്കുന്നു. എന്നാൽ ബെയില് കൊടുക്കാൻ പാടില്ല എന്ന് നെഹ പലതവണ പറയുന്നുണ്ട്. ഈ കേസിലെ പല എവിഡൻസും അയാൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇയാൾ രാജ്യം വിട്ടു പോകില്ല എന്നും ഒരുപാട് ബിസിനസിന്റെ ഓണർ ആയതുകൊണ്ട് തന്നെ അയാൾക്ക് പല ആവശ്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് അയാളെ തൽക്കാലം ജാമ്യത്തിൽ വിടണമെന്ന് രവി റിക്വസ്റ്റ് ചെയ്യുന്നു. കൂടുതൽ എവിഡൻസുകളൊന്നും അയാൾക്കെതിരെ ഇല്ലാത്തത് കാരണം കോടതി അയാൾക്ക് ബെയിൽ അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു. ബെയിൽ കിട്ടിക്കഴിഞ്ഞതും ബജ്റാളിനോട് രവി ചോദിക്കുന്നുണ്ട്, നിനക്ക് ആരെങ്കിലും ശത്രുക്കളുണ്ടോ എന്ന്. ഏതെങ്കിലും വിഷയത്തില് നിനക്കെതിരെ നിന്ന എല്ലാ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും ലിസ്റ്റ് എനിക്ക് വേണം. ഇവിടെ നേഹയും ഇൻസ്പെക്ടറും ആത്മാറാമും കൂടി ആ മർഡർ നടന്ന അപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നു. ബജ്റാൾ പറഞ്ഞ പ്രകാരം അയാൾ ഈ ബിൽഡിംഗിലേക്ക് എൻ്റർ ചെയ്ത ശേഷം ലിഫ്റ്റ് വഴി നേരെ ടെറസിലേക്ക് പോയി. 45 മിനിറ്റോളം ടെറസിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് അയാൾ പറഞ്ഞത്. അതിനുശേഷം ആരും വരാത്തത് കൊണ്ട് ലിഫ്റ്റ് വഴി തന്നെ തിരിച്ചിറങ്ങി അവിടെ നിന്നും പോവുകയും ചെയ്തു. ഇതിന്റെ ഇടയ്ക്ക് അയാൾ മർഡർ ചെയ്യണമെങ്കിൽ ക്യാമറ ഇല്ലാത്ത സ്റ്റെയർ വഴി അയാൾ താഴേക്ക് ഇറങ്ങി വരണം. ടെറസിൽ നിന്നും 20 ഫ്ലോർ സ്റ്റെപ്പ് വഴി താഴേക്കിറങ്ങി ഇനായുടെ ഫ്ളാറ്റിലെത്തി അവളെ കൊന്നിട്ട് വീണ്ടും സ്റ്റെപ്പ് വഴി ടെറസിലെത്തണം. അതിനുശേഷം അവിടുന്ന് ലിഫ്റ്റ് വഴി വീണ്ടും താഴേക്ക് പോകണം. എന്നാൽ മാത്രമേ ആരും അറിയാതെ അയാൾക്ക് ഈ മർഡർ ചെയ്യാൻ പറ്റൂ. പക്ഷെ നോർമലായിട്ടുള്ള ആത്മാറാമിനെ കൊണ്ടുപോലും ആ സ്റ്റെപ്പ് കയറി ഇറങ്ങാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവൻ ആ താഴത്തെ ഫ്ലോറിൽ നിന്നും ടെറസിലേക്ക് 25 മിനിറ്റ് എടുത്തിട്ടാണ് ആ സ്റ്റെപ്പ് കയറി വരുന്നത്. ഇവനേക്കാളും 2 മടങ്ങ് പ്രായമുള്ള ബജ്റാലിന് ഒരു കാരണവശാലും ഈ ടൈമിലുള്ള ഈ സ്റ്റെപ്പ് കയറി ഇറങ്ങി മർഡർ ചെയ്യാൻ പറ്റില്ല. കൂടാതെ അയാളൊരു ഹാർട്ട് പേഷ്യന്റ് കൂടിയാണ്. അതുകൊണ്ട് അയാൾ അങ്ങനെ ചെയ്യാനുള്ള ചാൻസേ കുറവാണ്. കൂടാതെ CCTV ഫുട്ടേജിൽ അയാൾ നോർമലായിട്ട് തന്നെയാണ് ഉള്ളത്. സ്റ്റെപ്പ് കയറി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അയാൾ നല്ല ടയേർഡ് ആയിരിക്കും. CCTV റിപ്പോർട്ട് പ്രകാരം 5:30 മുതൽ 6:15 വരെയാണ് അയാൾ ഈ ബിൽഡിംഗിൽ ഉണ്ടായിരുന്നത്. അതേ ടൈമിൽ തന്നെയാണ് ഇനായുടെ മരണവും നടന്നിരിക്കുന്നത്. പിന്നെ എങ്ങനെയായിരിക്കും ഇനായ കൊല്ലപ്പെട്ടിട്ടുണ്ടാവുക എന്നാണ് അവർ ചിന്തിച്ചുകൊണ്ടിരുന്നത്. കൂടാതെ അവിടെയുള്ള ഓരോ ഫ്ളാറ്റിനും ഏകദേശം 4 കോടി രൂപ വില വരുമെന്നും നേഹ കണ്ടെത്തി. ഇനായെ പോലെ ചെറിയൊരു ഇൻഫ്ലുവൻസറിന് ഇത്രയും കാശ് കൊടുത്ത് ഇവിടെ ഒരു ഫ്ളാറ്റ് വാങ്ങാൻ
വാങ്ങാനൊന്നും പറ്റില്ല. പിന്നെ എങ്ങനെ അവൾ 4 കോടി കൊടുത്ത് ഇവിടെ ഫ്ലാറ്റ് വാങ്ങി? ആ അപ്പാർട്ട്മെന്റില് സരികയുടെ ഒരു പോസ്റ്റർ നേഹ കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് വൈകുന്നേരം കേസിനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ അവൾ അതിനെപ്പറ്റി ചോദിക്കുന്നു. ആ അപ്പാർട്ട്മെന്റിലെ ഒരു പയ്യന് താൻ ട്യൂഷൻ എടുക്കുന്നുണ്ടെന്ന് അവൾ പറയുന്നുണ്ട്. ഇനായെ എപ്പോഴെങ്കിലും അവിടെ വെച്ച് കണ്ടിട്ടുണ്ടോ എന്ന് നേഹ ചോദിക്കുമ്പോൾ സരിക പറയുന്നുണ്ട്, ഞാൻ കണ്ടിട്ടില്ല, ഇനി കണ്ടാലും എനിക്ക് വരെയൊന്നും അറിയില്ല, ഞാൻ ഇൻഫ്ലുവൻസേഴ്സിനെയും വ്ളോഗേഴ്സിനെയും ഒന്നും തന്നെ ഫോളോ ചെയ്യാറില്ല. പിറ്റേന്ന് കോടതിയിൽ നേഹ വാദിക്കുന്നുണ്ട് ഈ കൊലയുടെ പിന്നിലെ ബജ്റാള തന്നെയാണെന്ന്. ഇനായ അയാളെ അയാളുടെ അഫയേഴ്സിന്റെ കാര്യം വെച്ചിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്യുകയായിരുന്നു. ഓൾറെഡി തന്നെ ബിസിനസ്സിൽ തനിക്കെതിരെ സംസാരിക്കുന്ന ആൾക്കാരെ എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാക്കി തകർത്ത് കളയുന്നത് ഈ ബജ്റാളിന്റെ ഒരു രീതിയാണ്. അത് തന്നെയാണ് അയാൾ ഇവിടെയും പ്രയോഗിച്ചത്. ഇനായ അയാളെ ബ്ലാക്ക്മെയിൽ ചെയ്തപ്പോ അയാൾ ഇനായെ കൊന്നു. എന്നാൽ രവി പറയുന്നുണ്ട് ബിസിനസ്മാൻ ആകുമ്പോ അങ്ങനെ പല കാര്യങ്ങളും ചെയ്തെന്നിരിക്കും, പക്ഷെ ഒരിക്കലും ഇവിടെ അയാൾ ഇനായെ കൊന്നിട്ടില്ല. അയാൾ അയാളുടെ വൈഫിനെ ചീറ്റ് ചെയ്ത കാര്യത്തിൽ അയാൾക്ക് ഒരുപാട് വിഷമമുണ്ട്. പല സ്ത്രീകളുമായിട്ടും അയാൾക്ക് ബന്ധവുമുണ്ട്. എന്നാൽ ബജ്റാളിനെ ബ്ലാക്ക്മെയിൽ ചെയ്തത് ഇനായയാണോ അതോ മറ്റാരെങ്കിലും ആണോ എന്നൊന്നും അയാൾക്കറിയില്ല. അയാൾ ഈ കൊല ചെയ്തിട്ടുമില്ല. CCTV ഫുട്ടേജില് മർഡർ നടന്ന സമയത്ത് അയാൾ അവിടെ ഉണ്ടായിരുന്നുവെന്ന് തെളിയിക്കുന്ന വിഷ്വൽസ് ഉണ്ട്. പക്ഷെ അവിടെ ഇനായയുടെ ഫ്ളാറ്റ് മാത്രമല്ല 150ഓളം ഫ്ളാറ്റുകൾ ഉണ്ടെന്നാണ് രവി പറയുന്നത്. ഇനായയുടെ ഫ്ളാറ്റിലേക്ക് അയാൾ പോയി എന്നുള്ളതിന് തെളിവുകളില്ല. ഗ്ലാസ്സിൽ കണ്ട ഫിംഗർ പ്രിന്റിന്റെ കാര്യം നേഹ പറയുമ്പോൾ രവി ചോദിക്കുന്നുണ്ട്, ഒരു ഗ്ലാസ്സിൽ നിന്ന് മാത്രമല്ലേ ആ ഫിംഗർ പ്രിന്റ് കിട്ടിയുള്ളൂ? ഉറപ്പായിട്ടും മർഡർ നടക്കേണ്ട സമയത്ത് അവിടെ പിടിവലിയൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. വേറെ എവിടെ നിന്നും ബജ്റാളിന്റെ ഫിംഗർ പ്രിന്റ് കിട്ടിയിട്ടില്ല. ഗ്ലാസ്സിലെ ഫിംഗർ പ്രിന്റ് ആർക്ക് വേണമെങ്കിലും ഫാബ്രിക്കേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് വെച്ചിട്ട് അയാളെ കുറ്റവാളിയാക്കാൻ പറ്റില്ല. ഇനായയുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്തപ്പോൾ അവൾ ആ ഫ്ളാറ്റ് വാങ്ങുന്ന സമയത്ത് അവളുടെ ബാങ്കിൽ 3 ലക്ഷം രൂപ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ 4 കോടിയുടെ ഫ്ളാറ്റ് അവൾ എങ്ങനെ വാങ്ങിയെന്ന് കണ്ടെത്തണം. ഇതുപോലെ ആരെങ്കിലും അവൾ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടുണ്ടായിരിക്കാമെന്ന് നേഹയുടെ ജൂനിയർ പറയുന്നു. പക്ഷെ ഇൻസ്പെക്ടർ പറയുന്നുണ്ട് ആ ഫ്ളാറ്റിന്റെ ബിൽഡർ ഈ ബജ്റാൾ ആണെന്ന്. ആ ഫ്ളാറ്റ് മുഴുവൻ നിർമ്മിച്ചതേ അയാൾ തന്നെ. ഉറപ്പായിട്ടും അയാളായിരിക്കാം അവൾക്കത് ഗിഫ്റ്റ് ചെയ്തത്. നേരത്തെ ഇവർ തമ്മിൽ കണക്ഷൻ ഉണ്ടായിരിക്കാം. പക്ഷെ ഇയാൾ കേസിലുടനീളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനായ അയാൾക്ക് അറിയില്ല, ഇതുവരെ കണ്ടിട്ടില്ല എന്നൊക്കെയാണ്. എന്നാലും ബജ്റാൾ എന്തിന് ഇനായിക്ക് ഫ്ളാറ്റ് ഗിഫ്റ്റ് ചെയ്യണമെന്ന് നേഹ ചോദിക്കുമ്പോൾ വേറൊരു കേസിനെ പറ്റി ഇൻസ്പെക്ടർ പറയുന്നു. ട്വിസ്റ്റഡ് ബാർ കേസ് എന്നായിരുന്നു അതിന്റെ പേര്. അവിടെ ഇടയ്ക്കൊരു തീപിടുത്തം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ ബജ്റാളിന്റെയാണ് ആ ബാർ. അവിടെ ഉണ്ടായിരുന്ന തീപിടുത്തത്തിന് കാരണം അവിടുത്തെ റെസ്റ്റോറന്റിലെ സൂപ്പർവൈസർ ആയിരുന്നു എന്നാണ് ഇനായ എന്ന് പറയുന്ന ഈ വ്ളോഗർ മൊഴി കൊടുത്തത്. തീപിടുത്തം ഉണ്ടായ സമയത്ത് അവളും അവിടെ ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം നടന്നത്. അന്ന് ബജ്റാളിന്റെ ആ ഒരു ബാറിൽ നടന്ന തീപിടുത്തത്തില് അവിടുത്തെ സൂപ്പർവൈസറിനെതിരെ മൊഴി കൊടുത്തത് ഇനായയാണെങ്കിൽ ഉറപ്പായിട്ടും ബജ്റാളിന് ഇനായെ അറിയാൻ ചാൻസ് ഉണ്ട്. അവൾ അതൊക്കെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് അവളുടെ ബോയ് ഫ്രണ്ട് അക്ഷയ് അവിടേക്ക് വരുന്നു. അന്ന് രാത്രി മുഴുവൻ അവർ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ പിറ്റേന്ന് രാവിലെ അവൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ കാണുന്നത് തന്റെ ലാപ്ടോപ്പിൽ നിന്നും അവൾ കണ്ടുപിടിച്ച കാര്യങ്ങളെല്ലാം സീക്രട്ട് ആയിട്ട് നോക്കുന്ന അക്ഷയാണ്. അത് കണ്ടുകൊണ്ട് വന്ന നേഹ അവനുമായിട്ട് വഴക്കിടുന്നു. അക്ഷയിൽ നിന്ന് അവളൊരു കാര്യം മനസ്സിലാക്കി. അവളുടെ അച്ഛൻ തന്നെയാണ് അക്ഷയ് ഇവിടേക്ക് പറഞ്ഞു വിട്ടത്. ഇവൾക്ക് പുതുതായിട്ട് എന്തെങ്കിലും എവിഡൻസ് കിട്ടിയോന്ന് അറിയാൻ വേണ്ടി. അച്ഛൻ ഇത്രയും ചീപ്പായിട്ട് ചെയ്യുമെന്ന് അവൾ കരുതിയതേയില്ല. പിറ്റേന്ന് കോടതിയിൽ രവി വന്നിട്ട് പറയുന്നുണ്ട് ബജ്റാളിന്റെ ഫോണിലേക്ക് വന്ന ബ്ലാക്ക്മെയിലിംഗ് മെസ്സേജസ് അയച്ച ഫോൺ ഇവർ ട്രേസ് ചെയ്തുവെന്ന്. ആ ഫോണിന്റെ മുൻപുള്ള ലൊക്കേഷൻ എല്ലാം തന്നെ ട്രേസ് ചെയ്തപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. ബജ്റാളിന്റെ ഫോണിലേക്ക് ബ്ലാക്ക്മെയിലിംഗ് മെസ്സേജസ് വന്നുകൊണ്ടിരുന്ന സമയത്ത് ആ ഫോൺ ഇനായയുടെ വീട്ടിലായിരുന്നില്ല. അവിടെ നിന്നും ഒരുപാട് ദൂരെയായിരുന്നു. ഇനായയായിരുന്നു ഈ ബ്ലാക്ക്മെയിലിംഗ് മെസ്സേജസ് അയച്ചുകൊണ്ടിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അത് അവളുടെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ അവളുള്ള സ്ഥലത്തു നിന്നോ ആയിരിക്കണം. രാത്രിയിൽ പോലും അവൾ വീട്ടിൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ആ ഫോണിൽ നിന്ന് മെസ്സേജ് വന്നിട്ടുണ്ട്. പക്ഷെ ആ ഫോണിന്റെ ലൊക്കേഷൻ അവളുടെ വീടിന് അടുത്ത് പോലും ആയിരുന്നില്ല. അതിനർത്ഥം ഇനായയല്ല ബജ്റാളിനെ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇതേ ബ്ലാക്ക്മെയിലർ തന്നെയായിരിക്കാം ഇനായയുടെ കൊലപാതകത്തിനും കാരണം. തന്റെ ക്ലയന്റ് ബജ്റാളിനും വിക്ടിമായിട്ടുള്ള ഇനായിക്കും ഒരു കണക്ഷനും ഇല്ല എന്നാണ് രവി പറയുന്നത്. എന്നാൽ കണക്ഷൻ ഉണ്ടെന്ന് നേഹ പറയുന്നു. 9 വർഷത്തിന് മുന്നേ ട്വിസ്റ്റഡ് എന്ന് പറയുന്ന ബാറിൽ നടന്ന ഒരു ഇഷ്യൂവുമായിട്ട് ഇത് കണക്റ്റഡ് ആണ്. ആ ബാറിന്റെ ഉടമ അന്ന് ബജ്റാളായിരുന്നു. അവിടെ ഉണ്ടായ തീപിടുത്തത്തില് 4 പേർ മരിച്ചു. അന്ന് ഓണറിനെതിരെ വലിയൊരു കേസ് വന്നു. ആ കേസിൽ അവിടെ ഉണ്ടായിരുന്ന സൂപ്പർവൈസറിന്റെ അശ്രദ്ധ കൊണ്ടാണ് ആ തീപിടുത്തം ഉണ്ടായതെന്ന് പറഞ്ഞ് മൊഴി കൊടുത്തത് ഇനായ ഉൾപ്പെടെയുള്ള സാക്ഷികളായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നു മുതലേ ബജ്റാളും ഇനായുമായിട്ട് കണക്ഷൻ ഉണ്ടെന്ന് തന്നെ കരുതണം. അതുകൊണ്ട് ആ ബാറിൽ തീപിടുത്തം ഉണ്ടായ വർഷവും അതിനുശേഷമുള്ള വർഷവും ബജ്റാൾ ഇനായെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട് അയാളുടെ ഓഫീസിലെ എല്ലാ ഡോക്യുമെന്റ്സും അയാളുടെ ഫോണിന്റെ കോൾ ലിസ്റ്റും എല്ലാം തന്നെ തങ്ങൾക്ക് പരിശോധിക്കണമെന്നും അതെല്ലാം തന്നെ തങ്ങളുടെ അടുത്ത് ഹാജരാക്കണമെന്നും നേഹ റിക്വസ്റ്റ് ചെയ്യുന്നു. ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യാൻ കോടതി ഉത്തരവിട്ടതോടുകൂടി രവിക്കും ബജ്റാളിനും വേറെ നിർവാഹം ഉണ്ടായിരുന്നില്ല. ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യാമെന്ന് അയാൾ സമ്മതിക്കുന്നു. ആ ബാറിൽ സാക്ഷി പറഞ്ഞ ആൾക്കാരുടെ ലിസ്റ്റ് ഒക്കെ എടുത്തിട്ട് നേഹ പരിശോധിക്കുന്നു. അതിൽ നിന്ന് അവൾക്കൊരു കാര്യം മനസ്സിലായി. ബാറിൽ സാക്ഷി പറഞ്ഞ ആൾക്കാര് ഈ അടുത്തിടെ പല കേസുകളിലും കുടുങ്ങിയിട്ടുണ്ട്. ആ കേസുകളെല്ലാം കൈകാര്യം ചെയ്തത് നേഹയാണ്. അതായത് അവളുടെ ആദ്യത്തെ കേസ് ഉണ്ടായിരുന്നില്ലേ, ഒരു ഡ്രഗ്സ് കണ്ടുപിടിച്ച സംഭവം. അതിനകത്ത് ആ ജഗദീഷ് എന്ന് പറയുന്ന ആളും ഈ ബാറിലെ ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിനുശേഷം ഒരു പെൺകുട്ടി ഉപദ്രവിച്ച കേസിലെ പ്രമോദ്, അയാളും ഈ ബാറിലെ ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ടതാണ്. അന്ന് ആ തീപിടുത്തം ഉണ്ടായ സമയത്ത് ഇവരെല്ലാം അവിടെ ഉണ്ടായിരുന്നു താനും. അവരുടെ എല്ലാം കേസ് ഈ അടുത്തിടെ തന്റെ അടുത്ത് തന്നെ എങ്ങനെ വന്നുവെന്ന് നേഹ ചിന്തിക്കുന്നു. സരികയോടും അത് ഷെയർ ചെയ്യുമ്പോൾ സരിക പറയുന്നത് അതൊക്കെ ഒരു കോയിൻസിഡൻസ് ആയിരിക്കാം, അല്ലാതെ അതൊന്നും ആലോചിച്ച് തലപൊക്കേണ്ട കാര്യമില്ല. ഇവിടെ രവിയും മകൻ ആലോകം ചേർന്നിട്ട് വർഷങ്ങൾക്ക് മുമ്പ് ആ ബാറിൽ തീപിടുത്തം ഉണ്ടായ സമയത്തുള്ള ബജ്റാളിന്റെ കോൾ ലിസ്റ്റ് ഒക്കെ പരിശോധിച്ചു. ആ ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ പരിശോധിക്കുന്നതിൽ നിന്നും അയാൾക്ക് ഒരു
കാര്യം മനസ്സിലായി. ബജ്റാള് അന്നു മുതലേ ഇനായയുമായിട്ട് കണക്ഷനിലാണ്. അതായത് അന്ന് സാക്ഷി പറഞ്ഞ എല്ലാവർക്കും ബജ്റാള് കാശ് കൊടുത്തിട്ടുണ്ട്. ഇനായയ്ക്ക് ഉൾപ്പെടെ കാശ് കൊടുത്തിട്ടാണ് അയാൾ ആ കേസിൽ നിന്നും ഊരിപ്പോകുന്നത്. പക്ഷേ ഈ പേപ്പർ നേഹയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവൾ ഉറപ്പായിട്ടും കേസ് ജയിക്കുമെന്ന് രവിക്ക് മനസ്സിലായി. ആലോകിനോട് അയാൾ പറയുന്നുണ്ട്, ഡോക്യുമെന്റ്സ് അവളെ ഏൽപ്പിക്കാതിരിക്കാൻ പറ്റില്ല, കോടതിയുടെ ഉത്തരവാ. അതിനൊരു കാര്യം ചെയ്യണം, ആ വർഷത്തെ ഒരുപാട് ഡോക്യുമെന്റ്സ് സംഘടിപ്പിക്കണം. അതിന്റെ ഇടയിൽ എവിടെയെങ്കിലും ഈ ഒരു പേപ്പർ വെച്ചാൽ മതി. അവൾ ആ ഫുൾ ഡോക്യുമെന്റ്സും വായിച്ച് അതിൽ നിന്നും ഈ പേപ്പർ കണ്ടുപിടിച്ചെടുക്കാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ മാത്രമേ ഈ കേസിൽ നമുക്ക് ജയിക്കാൻ പറ്റൂ. സ്വന്തം മകളെ പറ്റിച്ചിട്ടാണെങ്കിലും കേസ് ജയിക്കണമെന്നാണ് രവി ആഗ്രഹിച്ചത്. അത് ആലോകിന് ഒട്ടും തന്നെ അംഗീകരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിറ്റേന്ന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന പെട്ടികളെല്ലാം നേഹയുടെ അടുത്തെത്തി. എല്ലാം പരിശോധിച്ച് നമുക്ക് വേണ്ടുന്ന ആ പേപ്പർ കണ്ടുപിടിക്കാൻ ആത്മാറാമിനെ ഏൽപ്പിച്ചിട്ട് നേഹ നേരെ പോകുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ആ ബാറിലെ തീപിടുത്ത കേസ് കൈകാര്യം ചെയ്തിരുന്ന ലോയറായ ശ്യാമിനെ തേടിയാണ്. അന്ന് ആ കേസില് അവിടുത്തെ സൂപ്പർവൈസറായ രാംനാഥിനെയാണ് അവർ പ്രതിയാക്കിയത്. അയാളുടെ അശ്രദ്ധ മൂലമാണ് അവിടെ തീപിടുത്തം ഉണ്ടായതെന്ന് ബജ്റാളും കൂട്ടരും വരുത്തി തീർത്തു. പക്ഷെ ആ പയ്യൻ ഒരു തെറ്റും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇയാളെയാണ് മൂവിയുടെ തുടക്കത്തില് തൂങ്ങി മരിക്കുന്ന രീതിയിൽ നമ്മളെ കാണിച്ചത്. അന്ന് ആ കേസില് ബജ്റാളിന് വേണ്ടി വാദിച്ചതും നിന്റെ അച്ഛൻ രവി തന്നെയാണ്. അയാളെ നിനക്കറിയാലോ, കേസ് ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെ അയാൾ പോകും. സാക്ഷികളെല്ലാം വിലയ്ക്ക് വാങ്ങി ആ പയ്യനെതിരെ മൊഴി കൊടുത്തു. നിരപരാധിയായ രാംനാഥ് അങ്ങനെ ജയിലിലാവുകയും ചെയ്തു. ആ സങ്കടത്തിൽ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ആ പയ്യന്റെ സഹോദരിയുടെ ഭർത്താവും അതേ ബാറിൽ തന്നെയായിരുന്നു ജോലി ചെയ്തിരുന്നതെന്ന് ഈ വക്കീല് പറയുന്നു. അതാരാണ്, അവരുടെ പേരെന്താണ്, ആ ഫാമിലി പറ്റിയുള്ള ഡീറ്റെയിൽസ് തരാൻ പറഞ്ഞതും ശ്യാം അതിനുള്ള ഉത്തരം കൊടുക്കുന്നുണ്ട്. അവിടെ നിന്നും തിരിച്ചെത്തിയ നേഹയാകട്ടെ ആ കേസിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നു. അതിനിടയ്ക്ക് അമ്മ തന്നുവിട്ട ഫുഡുമായിട്ട് അവളുടെ സഹോദരൻ ആലോക് അവളെ കാണാൻ വരുന്നുണ്ട്. എന്നാൽ അയാളുടെ ലക്ഷ്യം മറ്റൊന്നായിരുന്നു. ആ ഡോക്യുമെന്റ്സിനിടയിൽ അച്ഛൻ ഒളിപ്പിച്ചു വെച്ച ആ പേപ്പർ അവൾ കാണുന്ന രീതിയിൽ മുകളിലേക്ക് എടുത്തു വെക്കുക എന്നത്. തന്റെ സഹോദരിയെ ചതിച്ചുകൊണ്ട് അച്ഛൻ ജയിക്കുന്നത് ആലോകിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അവൾക്ക് കാണാവുന്ന രീതിയിൽ ആ പേപ്പർ അടങ്ങുന്ന ഫയൽ മുകളിലേക്ക് എടുത്തു വെച്ചിട്ട് അവൻ അവിടെ നിന്നും തിരിച്ചു പോകുന്നതിന് മുമ്പ് അവളോട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ ആലോചിച്ച് ഒരുപാട് അഭിമാനിക്കുന്നുവെന്ന്. അച്ഛന്റെ നേരെ എതിർത്തു നിന്ന് ശക്തമായി തന്നെയാണ് നീ പോരാടിക്കൊണ്ടിരിക്കുന്നത്. എന്നെ കൊണ്ടൊന്നും സാധിക്കാത്ത കാര്യമാണ്. എന്താണെങ്കിലും ഈ കേസ് നീ വിൻ ചെയ്യണമെന്ന് തന്നെ അയാൾ പറയുന്നു. അയാൾ പോയി കഴിഞ്ഞതും അവിടേക്ക് വന്ന ആത്മാറാവിന്റെ കൺമുന്നില് പെട്ടെന്ന് ആ ഫയല് പെടുകയും അതിൽ നിന്ന് അവർക്ക് ആവശ്യമായ ആ പേപ്പേഴ്സ് കിട്ടുകയും ചെയ്തു. ഇത്രയും നേരം നോക്കിയിട്ട് കിട്ടാത്ത ആ ഫയല് ആലോക് വന്നിട്ട് പോയോടനെ കിട്ടിയതും നെഹയ്ക്ക് മനസ്സിലായി അവൻ തന്നെ ഹെൽപ്പ് ചെയ്തിരിക്കുകയാണെന്ന്. ഈ കേസിന്റെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നിടയ്ക്ക് സരിക പലതവണ നേഹയെ കോൾ ചെയ്തെങ്കിലും നേഹ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എല്ലാ കാര്യങ്ങളും പഠിച്ച് കൊലയാളി ആരാണെന്ന് അവൾക്ക് ഉറപ്പായി കഴിഞ്ഞപ്പോൾ അവളാകട്ടെ സരികയെ പോയി കാണുന്നു. നമ്മൾ വിചാരിച്ച പോലെ ബജ്റാൾ അല്ല കൊലയാളി എന്ന് പറയുന്നു. പിന്നെ ആരാണെന്ന് ചോദിച്ചതും നേഹ നേരെ സരികയെ ചൂണ്ടി പറയുന്നുണ്ട്, നീ തന്നെയാണ് ഇനായെ കൊന്നതെന്ന്. ആനന്ദിനെ കൊല ചെയ്യുന്നതെന്ന് ഞെട്ടിത്തെറിച്ചുകൊണ്ട് സരിക ചോദിക്കുന്നു. എന്നാൽ ഇനി എന്റെ മുന്നിൽ അഭിനയിക്കേണ്ട കാര്യമില്ല, സത്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി എന്ന് നേഹ പറയുന്നു. ഇത് കേട്ട് ദേഷ്യം വന്ന ലക്ഷ്മൺ പറയുന്നുണ്ട്, ഒരു സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല, എല്ലാ സത്യങ്ങളും ഞാൻ പറയാം. ശരിക്കും ഇനായെ കൊന്നത് സരിക തന്നെയാണ്. പക്ഷെ അതിന്റെ പിന്നില് വലിയൊരു കാരണം ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ബജ്റാളിന്റെ ആ ട്വിസ്റ്റഡ് എന്ന് പറയുന്ന ബാറിലായിരുന്നു സരികയുടെ ഹസ്ബൻഡ് ലക്ഷ്മണനും സരികയുടെ സഹോദരൻ രാംനാഥും ജോലി ചെയ്തിരുന്നത്. ശ്യാം എന്ന വക്കീലിൽ നിന്നും നേഹ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അന്ന് ആ ബാർ കേസിൽ അകത്തുപോയ രാംനാഥ് സരികയുടെ സഹോദരനാണെന്ന്. സരിക എന്ന് കുസുമിനെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയമായിരുന്നു. തന്റെ സഹോദരൻ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ സരിക ഒരുപാട് പേരുടെ അടുത്തേക്ക് പോയി. എന്നാൽ അവൾക്ക് അവഗണന മാത്രമാണ് ലഭിച്ചത്. അത് കാരണം കേസുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോട് പക തീർക്കാൻ അവൾ കാത്തിരുന്നു. റാട്ടി എന്ന് പറയുന്ന പോലീസുകാരനുമായിട്ട് സരിക ബന്ധത്തിലാകാൻ കാരണം അത് തന്നെയായിരുന്നു. റാട്ടിയെ കൊണ്ട് ആ ജഗദീഷിന്റെ നൈറ്റ് ക്ലബില് ഡ്രഗ്സ് വെച്ചതും സരിക തന്നെയാണ്, ജഗദീഷിനെ കൊടുക്കാൻ വേണ്ടി. അതുപോലെ ആ കൊച്ചു പെൺകുട്ടിയെ ഉപദ്രവിക്കുന്ന പ്രമോദിന്റെ വീഡിയോയും രാഘവ് എന്ന് പറയുന്ന റിപ്പോർട്ടറുടെ കയ്യിൽ കൊടുത്തിട്ട് രാഘവ് മുഖാന്തരം നേഹയുടെ കയ്യിൽ അത് എത്തിച്ചതും സരിക തന്നെയാണ്. ആ പ്രമോദും ഈ കേസിലെ പ്രതിയായിരുന്നു. ഇതെല്ലാം നേഹ മനസ്സിലാക്കി. എന്നാൽ ഇതിന്റെ പിന്നിൽ ഇനിയും സത്യമുണ്ടെന്ന് ലക്ഷ്മണനും സരികയും പറയുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ആ ബാറിൽ തീപിടിക്കുന്നതിന്റെ അന്ന് എമർജൻസി ഫയർ എക്സിറ്റിന്റെ അടുത്ത് ടേബിൾ ഇടാൻ പാടില്ല എന്ന് രാംനാഥ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അന്ന് അവിടുത്തെ മാനേജറായിരുന്ന ആ ജഗദീഷ് അത് കേട്ടില്ല. അവിടെ ആൾക്കാർ ഇരുന്ന് കരുതി ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് അവിടെ തീപിടിക്കുകയും ഒരുപാട് ആൾക്കാർ കുടുങ്ങുകയും ചെയ്തു. അവരെയൊക്കെ രക്ഷിക്കാൻ രാംനാഥും അന്ന് അവിടെ ജോലി ചെയ്തിരുന്ന ലക്ഷ്മണനും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപകടത്തിൽപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഇനായ ഉണ്ടായിരുന്നു. അവളെയും രക്ഷിച്ചത് രാംനാഥാണ്. ആ രക്ഷാപ്രവർത്തനത്തിനിടെ നടന്ന ആക്സിഡന്റിലാണ് സരികയുടെ ഹസ്ബൻഡ് ലക്ഷ്മണന്റെ കാലിന് ചലനശേഷി നഷ്ടപ്പെട്ടത്. കേസ് കോടതിയിൽ വന്നപ്പോൾ ബാക്കി എല്ലാ സാക്ഷികളെയും ബജ്റാള് വിലയ്ക്ക് വാങ്ങി. എന്നാൽ ഇനായ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എന്തായാലും അയാൾക്കെതിരെ മൊഴി കൊടുക്കുമെന്നും രാംനാഥ് നിരപരാധിയാണെന്ന് തെളിയിക്കുമെന്നും. പക്ഷേ കോടതിയിലെത്തിക്കഴിഞ്ഞപ്പോൾ ഇനായയും വാക്കുമാറ്റി. എല്ലാവരും ആ കുറ്റം മുഴുവൻ രാംനാഥിന്റെ മുകളിലിട്ടു. അവിടെ ഫയർ എക്സിറ്റിന്റെ അടുത്ത് ടേബിൾ ഇട്ട് അത് ബ്ലോക്ക് ചെയ്തത് രാംനാഥ് ആണെന്ന് പറഞ്ഞു. മൊഴികൾ മുഴുവൻ രാംനാഥിന് എതിരായതുകൊണ്ട് ബജ്റാളും അവിടെ ഉണ്ടായിരുന്ന ബാക്കി എല്ലാവരും രക്ഷപ്പെട്ടു. എല്ലാ കുറ്റവും രാംനാഥിന്റെ തലയിൽ ചുമത്തി അയാളെ ജയിലിലാക്കി. സങ്കടം സഹിക്കവയ്യാതെ രാംനാഥ് ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. തന്റെ അനിയന്റെ മരണത്തിന് കാരണക്കാരായ ആൾക്കാരോട് പകരം വീട്ടാനായിരുന്നു സരിക കാത്തിരുന്നത്. ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് പ്രമോദ് പോകുന്നത് സരിക നേരത്തെ മനസ്സിലാക്കിയിരുന്നു. തന്റെ ആൾക്കാരെ ഉപയോഗിച്ച് അവിടെ ക്യാമറ സെറ്റ് ചെയ്യുകയും ആ വീഡിയോ എടുക്കുകയും ചെയ്തത് സരികയാണ്. കൂടാതെ
കൂടാതെ ആ ബജ്റാലിന്റെ കൂടെ ഒരു പെൺകുട്ടി നിൽക്കുന്നത് ഫോട്ടോ എടുത്ത് അയാളെ ബ്ലാക്ക്മെയിൽ ചെയ്തതും സരികയാണ്. സരികയുടെ ബ്ലാക്ക്മെയിൽ പ്രകാരമായിരുന്നു ബജ്റാൽ അന്ന് ഇനായയുടെ ഫ്ളാറ്റിലേക്ക് വന്നത്. ടെറസിലേക്ക് അയാളെ പറഞ്ഞുവിട്ട ശേഷം ട്യൂഷൻ നേരത്തെ തീർത്ത് സരിക ആരും കാണാതെ ഇനായയുടെ ഫ്ളാറ്റിലേക്ക് വരികയും അവളെ കൊല്ലുകയും ചെയ്തു. ആ കൊല ചെയ്തത് ബജ്റാലാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു. ഇതെല്ലാം നേഹിക്ക് മനസ്സിലായി. എന്നാൽ ഇതൊന്നും തെളിയിക്കാൻ സരികയ്ക്കെതിരെ ഒരു തെളിവുമില്ല. കോടതിയിലെ തെളിവുകളാണ് പ്രധാനം. ഞാൻ കൊല ചെയ്തു എന്ന് നിനക്ക് തെളിയിക്കാൻ പറ്റാത്തിടത്തോളം കാലം എന്നെ ശിക്ഷിക്കാൻ പറ്റില്ല എന്ന് സരിക പറയുന്നു. എന്നാൽ നേഹ പറയുന്നുണ്ട് എനിക്കിനി വേറെ തെളിവുകളൊന്നും വേണ്ടെന്ന്. ഓൾറെഡി അവൾ അതെല്ലാം തന്നെ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. തന്റെ കുടുംബം നശിപ്പിച്ചവരോട് പകരം വീട്ടാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകാൻ സരിക തയ്യാറായിരുന്നു. കാശ് കൊടുത്ത ആൾക്കാരെ കൂടെ നിർത്താൻ പറ്റാത്തത് കാരണം സ്വന്തം ശരീരം കൊടുത്തായിരുന്നു അവൾ റാട്ടിയെ കൂടെ നിർത്തിയത്. അതവളുടെ ഹസ്ബൻഡിനും അറിയാം. അയാളും അതിൽ നിസ്സഹായനായിരുന്നു. പണമില്ലാത്ത തന്നെ പോലുള്ള പാവങ്ങൾക്ക് ഈ വഴിക്ക് സ്വീകരിക്കേണ്ടി വരുമെന്ന് സരിക പറയുന്നു. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഇവൾക്കെതിരെയുള്ള തെളിവുകൾ ഇവളുടെ വായിൽ നിന്ന് തന്നെ കിട്ടിയത് കൊണ്ട് ഫോണിൽ റെക്കോർഡ് ചെയ്ത സരികയുടെ ഈ വോയിസ് വെച്ചിട്ട് താൻ കോടതിയിൽ നാളെ സരിക എക്സ്പോസ് ചെയ്യുമെന്ന് നേഹ പറയുന്നു. ഈ കേസുകളെല്ലാം നേഹയുടെ അടുത്തേക്ക് എത്തിച്ചത് സരികയാണ്. നിന്റെ അച്ഛനെ പോലെ ആയിരിക്കില്ല നീ എന്ന് ഞാൻ കരുതി. പക്ഷെ നീ അവസാനം നിന്റെ അച്ഛന്റെ മകളായി തന്നെ മാറി. സരിക കൂടുതലൊന്നും അവളോട് പറയുന്നില്ല. നിന്നോട് പേഴ്സണലായിട്ട് എനിക്കൊരു ദേഷ്യമില്ലാന്ന് മാത്രമാണ് സരിക പറയുന്നത്. വീട്ടിലെത്തിയ നേഹയാകട്ടെ തന്റെ അച്ഛനോട് സംസാരിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ബജ്റാലിനെ ഇങ്ങനെ പല കേസുകളിൽ നിന്നും അച്ഛൻ രക്ഷിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുന്നു. അതിനല്ല അയാൾ പറയുന്നത് ബജ്റാൽ കുറ്റം ചെയ്തോ ഇല്ലയോ എന്നല്ല ഞാൻ നോക്കുന്നത്. എന്നെ സംബന്ധിച്ച് എന്റെ അടുത്ത് വരുന്ന കേസ് എനിക്ക് ജയിക്കണം. കോടതിക്ക് ഒരാൾ കുറ്റവാളി ആണോ അല്ലയോ എന്നൊന്നും അറിയണ്ട. അയാൾ ചെയ്ത കുറ്റം അവിടെ തെളിയിക്കാൻ പറ്റുന്നോ ഇല്ലയോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. തെളിയിക്കുകയാണെങ്കിൽ അയാൾ കുറ്റവാളി, തെളിയിക്കപ്പെട്ടില്ലെങ്കിൽ അയാൾ നിരപരാധി. അത്രയുള്ളൂ. നിയമത്തെക്കുറിച്ചൊക്കെ ഇത്രയും നന്നായിട്ട് അറിയാവുന്ന, നീതിക്ക് വേണ്ടി പോരാടേണ്ട ആൾക്കാർ തന്നെ ഒരാൾ കുറ്റവാളിയാണെന്ന് അറിഞ്ഞിട്ടും പ്രശസ്തിക്കും പേരിന് വേണ്ടിയിട്ട് അയാളെ രക്ഷിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. തന്റെ അച്ഛനും അങ്ങനെ ഒരാളാണെന്ന് നേഹിക്ക് മനസ്സിലായി. പക്ഷെ അവളെ സംബന്ധിച്ച് അവൾ നീതിക്ക് വേണ്ടി പോരാടാനായിരുന്നു ആഗ്രഹിച്ചത്. പിറ്റേന്ന് തന്റെ കയ്യിലുണ്ടായിരുന്ന തെളിവുകളെല്ലാം അവൾ കോടതിയിൽ ഹാജരാക്കുന്നു. ബജ്റാൽ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് അയാൾക്ക് ഇനായെ അറിയില്ലെന്നും അവളുമായിട്ട് ഒരു ബന്ധവുമില്ലെന്നാണ്. എന്നാൽ അന്നത്തെ ആ ഫയർ ആക്സിഡന്റിന് ശേഷം ബജ്റാൽ കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനായക്ക് കാശ് കൊടുത്തും ഒരു ഫ്ളാറ്റ് സമ്മാനിച്ചും അയാൾ അവളെ കൊണ്ട് മൊഴി മാറ്റി പറയിപ്പിച്ചു. അന്നു മുതലേ അയാൾക്ക് ഇനായെ അറിയാം. അവളുമായിട്ട് കണക്ഷനും ഉണ്ട്. അതേ ഇനായ തന്നെയാണ് വീണ്ടും പല പേരും പറഞ്ഞിട്ട് അയാളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചത്. അതുകൊണ്ട് ആ ദേഷ്യത്തില് അയാൾ അവളെ കൊന്നു. ബജ്റാലിനെ കുറ്റവാളിയാക്കാൻ തന്നെയായിരുന്നു നേഹിയും തീരുമാനിച്ചത്. കാരണം അയാൾ ഒരുപാട് ക്രൈമുകൾ ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തു നിന്നും തന്റെ അച്ഛന്റെ സഹായത്തോടെയും കാശ് കൊടുത്തുമൊക്കെയാണ് അയാൾ രക്ഷപ്പെട്ടു പോയത്. ഇതിനു മുമ്പ് ചെയ്ത തെറ്റുകളെല്ലാം വെച്ചിട്ട് അയാൾ എന്തായാലും ശിക്ഷ അനുഭവിക്കേണ്ട ആള് തന്നെയാണ്. അതുകൊണ്ട് ഈ പ്രാവശ്യം സരികയെ രക്ഷപ്പെടുത്തിക്കൊണ്ട് ബജ്റാലിനെ കുറ്റവാളിയാക്കുകയാണ് നേഹ ചെയ്തത്. എല്ലാ തെളിവുകളും ബജ്റാലിന് എതിരായിരുന്നു. അയാൾക്ക് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. കേസ് നേഹ ജയിച്ചു. ബജ്റാൽ ആകട്ടെ നേഹയുടെ അച്ഛൻ രവിയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. കേസ് തോറ്റതിന്റെ പേരിൽ ഞാൻ നിന്നെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട്. എന്നാൽ കേസ് കഴിഞ്ഞു വന്ന രവിയാകട്ടെ നേഹയെ പ്രശംസിക്കുന്നു. നാളെ ബജ്റാൽ എന്നെ എന്തെങ്കിലും ചെയ്യാൻ വന്നാലും എന്നെ രക്ഷിക്കാൻ നല്ലൊരു വക്കീലായ എന്റെ മകളുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അയാളുമായിട്ട് ബെറ്റ് വെച്ച പോലെ തന്നെ അവൾ 10 കേസും ജയിച്ചിരിക്കുന്നു. ഇനി നിനക്ക് ധൈര്യമായിട്ട് എന്റെ ലാ ഫേമിലേക്ക് വരാമെന്ന് അവളുടെ അച്ഛൻ പറയുന്നു. അതിനുശേഷം സരികയെ കാണുന്നിടത്ത് സരികയാകട്ടെ നേഹയോട് നന്ദി പറയുന്നു. കോർട്ടിൽ നിന്ന് കിട്ടേണ്ട ന്യായം എനിക്ക് നീയാണ് നേടിത്തന്നതെന്ന്. എന്നാൽ നീയും ആ ബജ്റാലും എന്റെ അച്ഛനും എല്ലാം ഒരുപോലെയാണെന്നാണ് നേഹ പറയുന്നത്. എല്ലാരും നിയമത്തിനെ മറ്റൊരു രീതിയിൽ യൂസ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ നീ എന്തുകൊണ്ടാണ് എന്നെ കുറ്റവാളിയാക്കാതിരുന്നതെന്ന് സരിക ചോദിച്ചപ്പോൾ നേഹ പറയുന്നുണ്ട് എന്റെ അച്ഛൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ചെയ്ത തെറ്റിന്റെ പേരിൽ ഞാൻ ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ നീ ചെയ്ത തെറ്റിന്റെ പേരിൽ നിന്റെ മകളും ഇതൊന്നും അനുഭവിക്കേണ്ട കാര്യമില്ല. സരിക നേഹയോട് പറയുന്നുണ്ട് നിന്റെ അച്ഛനെ പോലെ നിനക്കും ജയിക്കാനാണ് ആഗ്രഹം എന്നാണ് ഞാൻ കരുതിയത്. എന്നാൽ ആ വക ഈഗോസ് എല്ലാം മാറ്റിവെച്ചിട്ട് നിന്റെ അച്ഛന്റെ മകൾ എന്നറിയപ്പെടുന്നതിനേക്കാൾ നല്ലതായിട്ട് സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി നീ ഉണ്ടാക്കിയിരിക്കുന്നു. അതിന് നന്ദിയും പറഞ്ഞിട്ട് സന്തോഷത്തോടു കൂടിയാണ് സരിക അവിടെ നിന്നും പോകുന്നത്. അവളുടെ സഹോദരന് കിട്ടാതെ പോയ നീതി അവൾ നേഹയിലൂടെ നേടിയെടുത്തു. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിലേക്കാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.